ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 പര്യടനം ഇന്ന് കൊല്ലം ജില്ലയിലാണ്. നിലമേലിലാണ് ജില്ലയിലെ ആദ്യ സ്വീകരണം. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലായിരിക്കും ലഹരി വിരുദ്ധ സന്ദേശമുയർത്തിയുള്ള ഇന്നത്തെ യാത്ര. സുജിത് സുരേന്ദ്രനാണ് കൊല്ലത്ത് നിന്നും ചേരുന്നത്. വെരി 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 ഗുഡ് മോർണിംഗ് സുജിത്. എന്തായാലും നമ്മുടെ യാത്ര ഇന്ന് കൊല്ലത്ത് എത്തുകയാണ്. കൊല്ലത്ത് എന്തായാലും വലിയ സ്വീകരണം, ഒരുപാട് പരിപാടികൾ നമ്മൾ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആൾക്കാരുടെ ഒരു പങ്കാളിത്തം എങ്ങനെയായിരിക്കും? ഇന്നത്തെ നമ്മുടെ ഒരു റൂട്ട് മാപ്പിംഗ് എന്താണ്? ക്രിസ്റ്റിന, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. വ്യക്തിപരമായി കൂടി കുറച്ച് സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇന്ന് SKN ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലഹരി വിരുദ്ധ സന്ദേശവുമായി കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു നമ്മുടെ ജനകീയ യാത്ര. അതിൽ നിലമേലിൽ നിന്നുമാണ് ആ യാത്ര ആരംഭിക്കുന്നത്. ഇവിടെ സ്വീകരിക്കുന്നത് SKNൻ്റെ യാത്രയെ സ്വീകരിക്കുന്നത് നമ്മുടെ വിസ്മയയുടെ കുടുംബമാണ്. വിസ്മയയുടെ കുടുംബം ഇവിടെ നിന്നും സ്വീകരിച്ച് കഴിയുമ്പോൾ അതിനുശേഷം നിലമേലിൽ ഒളിമ്പ്യൻ അനസിൻ്റെ അധ്യാപകനും യുവാക്കളും നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് സ്വീകരണം ഒരുക്കുന്നു. അത് കഴിഞ്ഞിട്ട് 7:15 ഇവിടുത്തെ സ്വീകരണം കഴിഞ്ഞാൽ ഉടൻ തന്നെ മദർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്വീകരണമുണ്ട്. അത് കഴിഞ്ഞ് യുവജന സംഘടനകൾ, വിവിധ യുവജന സംഘടനകളൊക്കെ സ്വീകരണം നൽകുന്നു. അതിനുശേഷം തൊഴിലുറപ്പ് തൊഴിലാളികൾ നെട്ടേത്രയിൽ സ്വീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 8:30 ചടയമംഗലം ടൗണിൽ ഒരു സമന്വയ എന്ന സാംസ്കാരിക സമിതിയുടെ സ്വീകരണം, ഒപ്പം ലഹരി വിമുക്ത ആശുപത്രിയിലെ ഡോക്ടർമാരും നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് അവിടെ സ്വീകരണം നൽകുന്നത്. അതിനുശേഷം 9:15 ആയൂർ ടൗൺ വ്യാപാരി വ്യവസായികളും നാട്ടുകാരും ചേർന്ന് സ്വീകരണം ഒരുക്കുന്നു. അവിടെ നിന്നും ഇടമുളക്കൽ കൈപ്പള്ളിമുക്കിലേക്കാണ്. അത് കഴിഞ്ഞാൽ അഞ്ചലേക്ക് എത്തും. അഞ്ചലെത്തുമ്പോൾ ചന്തമുക്കിൽ ലോഡിംഗ് തൊഴിലാളികളുടെ സ്വീകരണമാണ്. അതിനുശേഷം കുടുംബശ്രീ ഇടമുളക്കലിൽ സ്വീകരണം നൽകുന്നുണ്ട്. അഞ്ചൽ ആറോ ജംഗ്ഷനിൽ നിന്നും കരവാളൂരിലേക്ക് എത്തും. കരവാളൂരിലേക്ക് എത്തുമ്പോൾ അവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും നാട്ടുകാരും ഒക്കെ ചേർന്നുള്ള സ്വീകരണമാണ് നൽകുന്നത്. അത് കഴിഞ്ഞാൽ വിളക്കുടിയിലേക്കാണ്. വിളക്കുടി സ്നേഹതീരത്തിൽ 3 മണിക്ക്, അതായത് ഏതാണ്ട് 200-ൽ പരം അമ്മമാർ, അനാഥരായ ആലംബഹീനരായ അമ്മമാർ താമസിക്കുന്ന സ്നേഹതീരത്തിൽ അവിടുത്തെ ബാൻഡ് മേളത്തോടൊക്കെ കൂടി, അതും അവരുടെ തന്നെ ബാൻഡൊക്കെ ഉണ്ട്. അവിടെ മാനസികമായി വെല്ലുവിളിച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ചേർന്നുകൊണ്ടുള്ള ബാൻഡ് മേളവും വലിയ സ്വീകരണമാണ് വിളക്കുടി സ്നേഹതീരത്തിലൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അവിടെ നിന്നും 4 മണിയോടുകൂടി കുന്നിക്കോട്ടേക്ക് എത്തും. കുന്നിക്കോടെത്തുമ്പോൾ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സജീവ് ഗോപാലപിള്ളയുടെ അമ്മ അവിടെ സ്വീകരിക്കും. അത് കഴിഞ്ഞാൽ മേലിലെ ക്ഷേത്ര പരിസരത്തേക്കാണ്. അവിടെ ജന്മനാടാണ്, നമുക്കറിയാം SKNൻ്റെ ജന്മനാടാണ് മേലില. അവിടെ സ്വീകരണം നൽകും. ഇങ്ങനെ വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഉള്ളത്. സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇന്നത്തെ നമ്മുടെ കൊല്ലം ജില്ലയിലെ പരിപാടികളുടെ വിശദാംശങ്ങൾ പ്രേക്ഷകർ കേട്ടുകാണുമല്ലോ. കൊല്ലത്തുള്ളവരും സമീപ പ്രദേശങ്ങളിലുള്ളവരും ഒക്കെ അവിടെ എത്തുക. നമ്മൾ പോകുന്നത് കേരള സമൂഹത്തിൽ വളരെ ക്രിയാത്മകമായ ചില മാറ്റങ്ങൾക്കാണ്. അത് നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ച് നമ്മൾ തോളോട് തോൾ ചേർന്ന് നമ്മൾ അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങൾ അറിഞ്ഞു.